ജീവിതത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായി രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്ന രണ്ടുപേർ ഒരു യാത്രക്കിടയിൽ വെച്ച് കാണുകയും പിന്നീട് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ച് അവസാനം ഇത് വേറൊരു തരത്തിലേക്ക് ഇവരുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു കഥ. ഇതാണ് അഡിയോസ് അമീഗോവിന്റെ ഏറ്റവും ചുരുങ്ങിയ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂടും ആസിഫ് അലിയും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള രണ്ട് വേഷങ്ങൾ. ഏറ്റവും വലിയൊരു പണക്കാരനായിട്ട് എത്തുന്ന ആസിഫ് അലി, ദരിദ്രനോ അല്ലെങ്കിൽ ദിവസേന ജോലി ചെയ്ത് അന്നന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്ന ഒരു ആളായിട്ട് വരുന്ന നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട്. ഇവർ രണ്ടുപേരുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഇവർ വൈറ്റില സ്റ്റാൻഡിൽ വെച്ച് കാണുകയും ആസിഫ് അലി ഒരു ചിൽ മാനാണ്, ചിൽ മൂഡാണ്, ഒരുപാട് പൈസയുള്ള മനുഷ്യനാണ്. ഈ പൈസ അയാൾ ചില്ല് ചെയ്യാൻ മാത്രമല്ല, ദൂർത്തടിക്കാൻ മാത്രമല്ല, അയാൾ ആളുകളെ സഹായിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പൈസയുടെ ഏറ്റവും ആവശ്യം വരുന്ന സമയത്ത് സുഹൃത്തിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സുരാജ് ഇയാളെ മീറ്റ് ചെയ്യുകയും പിന്നീട് ഇവർ തമ്മിൽ ഉണ്ടാവുന്ന യാത്രയും ഇത് പറയാനുള്ള അങ്ങനെയൊക്കെ പോകുന്ന പിന്നീട് എന്ത് സംഭവം അവസാനം ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴൊക്കെ. പക്ഷെ ചെറിയൊരു കഥയാണ്. ബേസിക്കലി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതിന് ഒരു 2.5 മണിക്കൂർ സിനിമയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ തല്ലുമാലയിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്ന നഹാസ് നാസർ. നഹാസ് നാസറിന്റെ ആദ്യത്തെ സ്വതന്ത്ര സിനിമയാണിത്. ഇതിന് സംഗീതം ഒരുക്കിയിട്ടുള്ളത് ഗോപി സുന്ദറാണ്. ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇത്ര ചെറിയ കഥയെ 2.5 മണിക്കൂർ പറഞ്ഞു വെക്കാനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കുണ്ട്. അത് ഒരു 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇത് തീരാറായില്ലേ എന്ന തരത്തിലൊക്കെ തോന്നിപ്പിക്കുന്ന. ഇതിൽ കോമഡി ഉണ്ടോ? കോമഡി ഓക്കെ, ഒരു പീരീഡിന് വേണ്ടിയുള്ള കോമഡി ഉണ്ട്, അത് കഴിഞ്ഞ് ചിരിച്ചു കഴിഞ്ഞു. അല്ലാതെ ഒരു കണ്ടിന്യൂസ് ഒരു എന്താ പറയാ കോമഡിക്ക് വേണ്ടി എടുത്ത പടം അല്ലെങ്കിൽ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത പടം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആ ഒരു മൂഡിലേക്ക് തന്നെ പോകുന്ന, നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ പടം ചിരിപ്പിക്കുന്നുണ്ട്, എവിടെയൊക്കെയോ ഇമോഷണൽ ആവുന്നുണ്ട്, എവിടെയൊക്കെയോ ചിന്തിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത് മ്യൂസിക് ആണ്. മ്യൂസിക് ഗോപി സുന്ദറാണ് ചെയ്തിട്ടുള്ളത്. 3 പാട്ടുകളാണ് ഇതിലുള്ളത്. 3 പാട്ടുകളിൽ വെച്ചിട്ട് എനിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറയാൻ അങ്ങനെ വലിയ ഫസ്റ്റ് നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് നോർമലി അതിന്റെ നല്ല ബീറ്റൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം വരുന്ന ഒരു പാട്ടെന്ന് വെച്ചാൽ ഇവര് ആലപ്പുഴ ബോട്ട് ജെട്ടിന്നൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട്. ബോട്ട് ജെട്ടിന്നും അവിടുന്ന് അവരുടെ പാർട്ടി വൈബിലൊക്കെ പാടുന്ന ഒരു പാട്ട്. അത് നല്ല ബോറായിട്ടൊക്കെ എനിക്ക് തോന്നി. ഒരു ലിപ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. പിന്നെ ആസിഫ് അലിക്ക് പറ്റിയൊരു ശബ്ദം പാട്ട് അല്ലെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അയാൾ പാടുന്ന ആസിഫ് പാടുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മുടെ ഒരു മൂഡ് ഉണ്ടാവുക. പക്ഷെ ഇത് അയാൾക്ക് യോജിച്ചൊരു ശബ്ദവും അല്ല. അപ്പോൾ വേറെ തന്നെ ആരോ പാടുന്നു, ഇയാൾ മറ്റേ ടിക്ടോക്കിനൊക്കെ വേണ്ടി വായനക്കുന്നു. ആ ഒരു ഫീൽ എനിക്ക് വന്നത് ഈ ലിപ്സിങ്ങിന്റെ കാര്യത്തിൽ വന്ന പ്രശ്നം പല സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ടിക്ടോക്ക് മൂഡൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നേരിട്ടു. പോസിറ്റീവ്സ് ആയിട്ട് പറയാനാണെങ്കിൽ പോസിറ്റീവ്സ് കണ്ടിരിക്കാം, അല്ല അത് ഒരാളെ ബോറടിപ്പിക്കുന്നോ അതായത് മടുപ്പിക്കുന്നോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എല്ലാ ഏജ് കാറ്റഗറിക്കും കണ്ടിരിക്കാവുന്ന ഒരു ഒരു ഡ്രാമ മൂഡൊക്കെ ഉള്ള ഒരു സിനിമയാണ്. പിന്നെ അധികം നമ്മുടെ എന്താ പറയുക ഈ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു എലമെന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ചെറിയൊരു കഥ പറയാൻ വേണ്ടിയിട്ട് ഏകദേശം 2.5 മണിക്കൂർ എടുത്ത പോലെ തോന്നി. മ്യൂസിക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പിടിച്ചിരുത്തുന്ന തരത്തിലൊരു മ്യൂസിക് ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല സ്ഥലത്തും എന്താ ഇമോഷനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരമാവധി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ എത്തുന്നുണ്ട് ഇതിലൊരു ചെറിയൊരു റോളിൽ. അങ്ങനെ പലരും, അൽതാഫ് സലീം ആയാലും പലരും ചെറിയ 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 റോളായിട്ട് പല നടന്മാരും ഇതിലെത്തുന്നുണ്ട്. വലിയ നായിക പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് ഇത്. ഇവർ രണ്ടുപേരുടെയും മാത്രം കഥയാണ്. ബോസേന്ന് വിളിച്ച് ഒരു തൻ്റെ കൂടെയുള്ളത് ഒരു പാവപ്പെട്ട ആളാണെന്ന് പോലും ആദ്യം മനസ്സിലാവാതെ അയാളെ ബോസേന്ന് വിളിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ആസിഫ് അലി. അങ്ങനെയാണ് ഈ ഒരു സിനിമ പോകുന്നുള്ളത്. ഇവർക്ക് പരസ്പരം പേര് പോലും അവസാന നിമിഷം വരെ ഇവർക്ക് പരസ്പരം പേര് പോലും അറിയില്ല. പക്ഷെ അടുത്ത ചങ്ങാതിമാരാവുകയും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന സാക്രിഫൈസും അതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. വലിയ എന്റർടൈനിങ് സാധനം എല്ലാവരും ഇടിച്ചു കയറുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വൺ ടൈം വാച്ചബിൾ ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിരുന്നിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.